പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയപാലിനെ പുച്ഛത്തോടെ തള്ളിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തി രാഗിണി മുകളിലേക്ക് കയറി പോവുകയാണ്. ആകെ തകർന്നു നിൽക്കുന്ന ജയപാലിനെ ആശ്വസിപ്പിക്കാനായി പ്രവീണ് ചെല്ലുന്നുണ്ടെങ്കിലും മാറി നിൽക്കടി അങ്ങോട്ടെന്ന് പറഞ്ഞ് ജയപാലൻ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരയുകയാണ്. വഴിയിലൊരിടത്ത് വണ്ടി നിർത്തി മുഖം കഴുകുകയാണ് വിനീത്. അത് കഴിഞ്ഞവൻ തന്റെ മൊബൈലെടുത്ത് വീട് ഏർപ്പാടാക്കിയ ആളെ വിളിച്ചു നോക്കി. ഇപ്പോഴും കിട്ടുന്നില്ല ഗംഗെ. ഇനി എന്ത് ചെയ്യുമെന്ന് ടെൻഷനോടെ ഗംഗയോടായി ചോദിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് എന്നോടാണോ ചോദിക്കുന്നേ എന്ന് ഗംഗയും ചോദിക്കുക. ബേബി ചേട്ടൻ ആ നമ്പർ തന്നതെന്ന് വിനീത് പറയേ, ഈ കമ്പനിയൊന്നും ശരിയല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. എന്തായാലും ബേബി ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് ഗംഗ പറയുന്നുണ്ട്. ബേബി ചേട്ടനെ വിളിക്കാൻ നോക്കി, ഇനി ബേബി ചേട്ടനെ കിട്ടുവോ എന്ന് ടെൻഷനോടെ പറയുന്നുണ്ട് വിനീത്. അത് കേട്ട് ഗംഗയും ബെസ്റ്റ് എന്താ ഇത് എന്ന് ചോദിക്കുന്നു. അവൻ ബേബി ചേട്ടനെ വിളിക്കുമ്പോഴേക്കും സ്പീക്കറിൽ ഇടാനായി ഗംഗയും പറയും. നാട്ടിലെ ബസ് സ്റ്റോപ്പിൽ അടിച്ചു ഫിറ്റായി ആടിക്കുഴഞ്ഞു നിൽപ്പാണ് ബേബി ചേട്ടൻ. അപ്പോഴാണ് മൊബൈൽ റിങ് ചെയ്യുന്നത്. ബേബി ചേട്ടൻ കോളെടുത്ത് ഹലോ എന്ന് വിളിക്കുമ്പോഴേക്കും ബേബി ചേട്ടാ ഞാനാ വിനീത് എന്നവൻ സന്തോഷത്തോടെ പറയേ, ഏത് വിനീത്? ഓ വിനീത്, എടാ നീ പോയില്ലടാ ഇതുവരെ എന്ന് ബേബി ചേട്ടനും ആടിക്കുഴഞ്ഞു ചോദിക്കുന്നു. അല്ല പോയി ബേബി ചേട്ടാ, പക്ഷെ വഴി നിൽക്കുക എന്നവൻ പറയേ. ഒരു ചിരിയോടെ ഞാനും വഴി നിൽക്കുക എന്ന് ബേബി ചേട്ടനും പറയുന്നു. ബേബി ചേട്ടാ എനിക്ക് ആ വീട്ടുടമസ്ഥന്റെ നമ്പർ ഒന്ന് വേണമായിരുന്നേ എന്ന് വിനീത് ചോദിക്കേ. എന്തോന്ന് എന്ന് ബേബി ചേട്ടനും. വീട്ടുടമസ്ഥൻ, ഹൗസ് ഓണർ എന്ന് വിനീത് വിളിച്ചു പറയേ. എടാ വീട്ടുടമസ്ഥൻ എന്ന് പറഞ്ഞ വീടിന്റെ ഉടമസ്ഥൻ അതല്ലേ നീ ഉദ്ദേശിക്കണേ എന്ന് ബേബി ചേട്ടൻ ചോദിക്കേ. അതെ ബേബി ചേട്ടാ, ബേബി ചേട്ടൻ തന്ന നമ്പറിൽ വിളിച്ചിട്ടേ കോള് കിട്ടിയില്ലെന്ന് വിനീത് പറയുന്നുണ്ട്. എടാ നിന്റെ കയ്യില് ഒരു നമ്പറെങ്കിലും ഉണ്ടല്ലോ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ബേബി ചേട്ടൻ പറയുന്നത് കേൾക്കെ ഞെട്ടലോടെ എന്താ ബേബി ചേട്ടാ എന്ന് വിനീതും ചോദിക്കും. എടാ ഈ ലോകമാവുന്ന വീടിന്റെ ഉടമസ്ഥൻ ദൈവമല്ലേ, അങ്ങേരുടെ നമ്പർ കിട്ടിയിട്ട് വേണം കുറെ കാര്യങ്ങൾ ചോദിക്കാമെന്ന് കരുതിയിരിക്കുക ഞാൻ. നിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കും താട മോനെ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും ബേബി ചേട്ടന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ താഴോട്ട് വീഴുകയും കൂടെ ബേബി ചേട്ടനും നിലത്തേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നു. വിനീത് പരങ്ങളോടെ ഗംഗയെ നോക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുന്ന ഗംഗയാണ് കാണുന്നത്. വീണ്ടും അവൻ മാറി നിന്ന് ഹലോ ബേബി ചേട്ടാ ഹലോ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും മറുപടിയൊന്നുമില്ലാഞ്ഞ് വീണ്ടും അവൻ കോൾ കട്ട് ചെയ്ത് വീണ്ടും വിളിക്കുന്നുണ്ട്. അത് കണ്ട് ഗംഗയും ദേഷ്യത്തോടെ അവന്റെ അരിയിലേക്ക് ചെന്ന് ഒരു ചേട്ടനെയും വിളിക്കണ്ട, അയാൾ ഓഫായി എന്ന് പറയുന്നുണ്ട്. ഓഫായിന്നോ എന്ന് സംശയത്തോടെ വിനീത് ചോദിക്കേ. കള്ളു കുടിച്ച് വെളിവ് കെട്ട് എവിടെയോ വീണൊന്ന്, ഇത്ര പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലേ വിനീതേട്ടാ നിങ്ങൾക്ക് എന്നവൾ ഉറക്കെ ചോദിക്കുന്നതൽക്കെ ചുറ്റുപാടും നോക്കി ഗംഗെ ആൾക്കാർ കേൾക്കും എന്ന് വിനീത് പറയുന്നുണ്ട്. കേൾക്കുന്നവര് കേൾക്കട്ടെ എന്ന് ഗംഗ പറയുമ്പോഴേക്കും കാറിലിരിക്കുന്ന ശാരദയും മാർമോളെ ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും കാവേരി ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. നിങ്ങളോട് പലവട്ടം ആ ബേബി ചേട്ടനുമായി കൂട്ടുവേണ്ടെന്ന് പറഞ്ഞ കേൾക്കില്ലല്ലോ, ഇനി നമ്മൾ എവിടെ പോവും എന്ന് ഗംഗ അവനോട് ചോദിക്കുമ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ നിളയോട് മോൾ ഇവിടെ ഇരുന്നോ, ചേച്ചി ഇപ്പൊ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് കാവേരി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ശാരദ എപ്പോഴേക്കും ബഹളം വെക്കുന്ന ഗംഗയുടെ അടുത്തേക്ക് വന്ന് ഇടി ഗംഗെ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞു തീരെ മുമ്പേ ഇറങ്ങി, ഇനി ആര് വിളിക്കാനാ എന്ന് ഗംഗ ദേഷ്യത്തോടെ പറയുന്നു. എന്താ ചേച്ചി എന്ന് കാവേരി ചോദിക്കുമ്പോഴേക്കും നമ്മൾ പെരുവഴിയിലായി കാവേരി എന്ന് ഗംഗ ടെൻഷനോടെ പറയുന്നുണ്ട്. എന്താ കാര്യം എന്ന് കാവേരി ചോദിക്കേ. ഈ വിനീതേട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് വീട് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പിലല്ലേ നമ്മൾ വീട് കൂട്ടി ഇറങ്ങിയത്. ഓണർക്ക് അയച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട് ബേബി ചേട്ടന്റെ കയ്യിൽ 10,000 രൂപ കൊടുത്തു എന്നാ പറഞ്ഞത്. ഇപ്പൊ ഓണറെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, ബേബി ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ഫുൾ ഫിറ്റും. നമ്മൾ ഇനി എങ്ങോട്ട് പോകുമെന്നാ എന്ന് ടെൻഷനോടെ ഗംഗ ചോദിക്കുന്നുണ്ട്. ബേബി ചേട്ടനോട് തന്നെ എങ്ങനെയെങ്കിലും നമ്പർ ചോദിച്ച് മനസ്സിലാക്കിയ പോരെ ഗംഗേച്ചി എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. ഫുൾ ടൈം ഫിറ്റായി നടക്കുന്ന അയാൾ ഇനി എവിടെ നിന്ന് തപ്പിയെടുക്കാനാ? ഒരു വ്യവസ്ഥയുമില്ലാത്ത അങ്ങേരെയൊക്കെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച വിനീതേട്ടന് പറഞ്ഞ മതിയല്ലോ എന്ന് ഗംഗ വിനീതിനെ കുറ്റപ്പെടുത്തുന്നതുകൾക്ക് ശാരദയും എടി പഴി പറയാനുള്ള സമയമല്ലിത്, ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് ആലോചിച്ച് ചെയ്യാൻ നോക്ക് എന്ന് പറയേ. എന്നാ അമ്മ ആലോചിച്ചിട്ട് പറ, ഈ മഹാനഗരത്തിൽ നമ്മൾ എവിടെ താമസിക്കും? റെയിൽവേ സ്റ്റേഷനിലോ അതോ ഫുട്പാത്തിലോ? തങ്ങാനൊരു സ്ഥലം വേണ്ടേ? വയ്യാതിരിക്കുന്ന നിളയടക്കം 5-6 പെണ്ണുങ്ങളാണെന്ന് ആലോചിക്കണം എന്നവൾ ദേഷ്യത്തോടെ പറയുന്നവൾക്ക് എടി ഹോട്ടലിലൊരു റൂം എടുത്ത പോരെ? ടൗണിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നതെന്ന് അച്ഛമ്മയും ചോദിക്കും. അയ്യോ ഹോട്ടലൊന്നും വേണ്ട എന്ന് പരിഭ്രമത്തോടെ അമ്മ പറയേ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ, ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഹോട്ടലിൽ താമസിക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് യമുനയും ചോദിക്കുക. അത് കേട്ട് വിനീതും നേരാ, കാശുണ്ടല്ലോ കയ്യില്, 50 ലക്ഷം രൂപയില്ലേ കയ്യിലെന്ന് വിനീത് ചോദിക്കുന്നു. അത് കേട്ട് ഗംഗയും ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി വിനീതേട്ടാ മിണ്ടാതിരുന്നോണം എന്നവൾ താക്കീതോടെ പറയുകയാ. അപ്പോഴാണ് ശാരദയ്ക്ക് വീട്ടിൽ വന്ന ഗംഗയുടെ ഫ്രണ്ടിന്റെ കാര്യം ഓർമ്മ വരുന്നത്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണേ എന്നവൾ പറഞ്ഞത് ശാരദ ഓർത്തെടുക്കുകയാ. അതോർത്ത് ശാരദ ഗംഗയോടായി എടി നിന്റെ കൂട്ടുകാരിയില്ലേ താര, കരുണാകരൻ നായരുടെ മോളെ, ആ കൊച്ച് ഇവിടെ എങ്ങാണ്ടല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കേ. ആ തിരുവനന്തപുരത്താ, പക്ഷേ അവള് സ്ഥലം പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മയില്ലെന്ന് ഗംഗ പറയുന്നുണ്ട്. നീ അവളെ ഒന്ന് വിളിച്ചു നോക്ക് എന്നമ്മ പറയേ. എന്തിനമ്മേ എന്ന് ഗംഗയും ചോദിക്കും. ഡി ഇവിടെ എന്ത് സഹായത്തിനും
അവളുണ്ടെന്നല്ലേ പറഞ്ഞത്, അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലോ. വിളിക്കുന്ന അമ്മ നിർബന്ധിക്ക് ഗംഗ തന്റെ മൊബൈൽ എടുത്ത് അവളെ വിളിക്കുകയാണ്. അതിനിടയിൽ രാധമ്മ കാവേരിയോടും കൂട്ടരോടും പറയുന്നുണ്ട്, ഹോട്ടലിൽ താമസിക്കുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. ഞാനും മാധവേട്ടനും കൂടി സിറ്റിയിൽ വന്നാലേ ഹോട്ടലിലാ താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് വന്ന സിറ്റി എന്ന പേരുള്ള ഒരു ഹോട്ടൽ തന്നെ ഉണ്ടായിരുന്നു. മാധവേട്ടൻ എവിടെയെങ്കിലും ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ കുറവ് വല്ലതും ഉണ്ടോ? ഒരു രസം എന്ന് ചിരിയോടെ അച്ഛമ്മ പറയുന്നത് കേൾക്കെ കാവേരിയും, എന്റെ അച്ഛമ്മേ, ആ ഹോട്ടലൊക്കെ ഇപ്പോ ഹാരപ്പ മോഹൻജദാരോ പോലെ കുഴിച്ചു നോക്കി കണ്ടുപിടിക്കേണ്ട അവസ്ഥയായിരിക്കും എന്ന് കളിയാക്കി പറയേ. പോടി എന്ന് പരിഭവത്തോടെ പറയുന്നുണ്ട് അച്ഛമ്മ. അവളെ വിളിച്ചു നോക്കിയ ഗംഗയും വീട്ടിലേക്ക് ചെല്ലാൻ താര പറഞ്ഞതെന്ന് അമ്മയോടായി പറയുന്നു. അതിനവളുടെ വീട് എവിടെയാന്ന് അമ്മ ചോദിക്കെ ഇവിടുന്നൊരു 5 കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. ലൊക്കേഷൻ അയച്ചു തരാമെന്ന് എന്ന് പറയുന്നത് കേൾക്കെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ എന്ന് അച്ഛമ്മയും ചോദിക്കുക. അത് കേട്ട് കാവേരിയും, തൽക്കാലം അങ്ങോട്ട് പോവാം, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഇത്ര ദൂരം യാത്ര ചെയ്തതിന്റെ ക്ഷീണത്തിലല്ലേ എല്ലാവരും, വെറുതെ ഈ പെരുവഴിയില് നട്ട വെയിലത്ത് നിൽക്കണ്ടല്ലോ എല്ലാരും. ഹോട്ടലിലാണെങ്കിൽ തന്നെ താരച്ചേച്ചിക്ക് പരിചയമുള്ള സ്ഥലവും ഉണ്ടാവുമല്ലോ എന്നവൾ പറയുന്നതിൽക്കെ അത് ശരിയാ, വാ പോവാമെന്ന് ശാരദ വിളിക്കുന്നുണ്ട്. എല്ലാവരും കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അവിടെ തന്നെ നിൽക്കണ വിനീതിനെ കണ്ട് വിനീതേട്ടാ എന്ന് കാവേരി വിളിക്കുന്നുണ്ട്. അത് കേട്ട് വിനീത് അവളുടെ അരികിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും എന്താ എന്ന് ഗംഗയും ചോദിക്കുക. അല്ല, നമുക്ക് ഇയാളുടെ ഫ്രണ്ട് താരയെ വെറുതെ ശല്യപ്പെടുത്തണോ, ബേബിച്ചേട്ടനെ കൂടി ഒന്നുകൂടി എന്ന് വിനീത് പറയുന്നവൾക്ക് മര്യാദയ്ക്ക് വണ്ടി കയറിക്കോ എന്നവൾ ദേഷ്യത്തോടെ പറയുന്നവൾക്ക് വിനീതും ഒന്നും മിണ്ടാതെ കാറിലേക്ക് കയറുകയാണ്. വിനീത് പോകുന്നതോ നോക്കി ഒരു ചിരിയോടെ നിന്ന് ഗംഗയും കാറിലേക്ക് കയറുമ്പോഴേക്കും വിനീത് കാറുമെടുത്ത് താരയുടെ വീട്ടിലേക്ക് തിരിക്കുക. അവിടെ തന്റെ റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിവിന്റെ അരിയിലേക്ക് ആസിഫ് എത്തുകയാണ്. ബെഡിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിവിന്റെ അരികിലേക്ക് ചെന്ന് എടാ നിവിനെ പോട്ടെടാ, സാരമില്ലെന്ന് ആസിഫ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കേട്ട് നിവിനും പൊട്ടി ചിരിച്ചുകൊണ്ട് നീ എന്താടാ വിചാരിച്ചത്, അമ്മ ദേഷ്യപ്പെട്ടതിന്റെ വിഷമത്തില് ഞാൻ സെന്റി അടിച്ച് ചത്തോണ്ടിരിക്കുകയാണെന്നോ എന്നവൻ ചോദിക്കുന്നവൾക്ക് അല്ലേ എന്ന് ആസിഫും ചോദിക്കുന്നുണ്ട്. എന്റെ പട്ടി അടിക്കും സെന്റി. അടുത്ത എപ്പിസോഡിനെ തിരുവനന്തപുരത്താടാ എന്നവൻ ചിരിയോടെ സന്തോഷത്തോടെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്തോ എന്ന് ആസിഫ് സംശയത്തോടെ ചോദിക്കേ. അതെ, കാവേരി കുടുംബമായിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയിരിക്കല്ലേ, അപ്പോ ഞാനെന്തിന് ഈ പുഷ്പവാടിയെ കിടന്ന് സമയം പാഴാക്കണം എന്നവൻ ചോദിക്കുന്നവൾക്ക് അപ്പോ ലവ് ട്രാക്ക് കണ്ടിന്യൂ ചെയ്യണല്ലേ എന്ന് ആസിഫും ചോദിക്കേ. എടാ അതിനിത് അവസാനിച്ചൊന്ന് നിന്നോടാരാ പറഞ്ഞേ, ഇന്നു തന്നെ തിരുവനന്തപുരത്തിന് വിട്ടാലോന്നാ എന്റെ ആലോചന എന്ന് നിവിൻ പറയുന്നതുകൾക്ക് ഇന്ന് വേണ്ട നിവിനെ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിന്നെ അത്രയും സപ്പോർട്ട് ചെയ്തതല്ലേ അച്ഛനും അമ്മയും, ഇന്ന് തന്നെ നീ ഇറങ്ങിപ്പോയ കാവേരി കല്യാണം മുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു എന്നവർക്ക് തോന്നും. എടാ അത് മാത്രമല്ല, കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ ജയപാലൻ അങ്കിള് ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയില്ല. ആന്റി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, നിന്റെ കല്യാണമായതുകൊണ്ട് മാത്രമാ സ്റ്റേജിലൊക്കെ കയറി ചിരിച്ചോണ്ട് നിന്നത്. എടാ ആന്റിക്ക് വയ്യ, ആന്റിയുടെ വയ്യായികയും മാനസിക ബുദ്ധിമുട്ടുമൊക്കെ അങ്കിളിനെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അവരെ കൊണ്ട് ഒരു വഴക്കിനൊന്നും വയ്യ, അതുകൊണ്ട് 1-2 ദിവസമെങ്കിലും നീ ഇവിടെ വേണം. അല്ലെങ്കിൽ തന്നെ കാവേരി ഒറ്റയ്ക്കല്ലല്ലോ, കുടുംബമായിട്ടല്ലേ പോയിരിക്കുന്നത്, നിനക്ക് അവളെ എളുപ്പം കണ്ടുപിടിക്കാം. എടാ ഉടനെ തന്നെ അന്വേഷിച്ചു പോവേണ്ട കാര്യമൊന്നുമില്ല എന്ന് ആസിഫ് പറയുന്നതുകൾക്ക് നിവിനും ടെൻഷനോടെ പറയുന്നുണ്ട്. കാവേരിയെ കണ്ടെത്തിയാലും ഞങ്ങൾ ഒരുമിക്കാനൊന്നും പോകുന്നില്ലടാ, അവളോട് നേരത്തെ എന്റെ പ്രണയം പറയാതിരുന്നത് എനിക്ക് പറ്റിയ അബദ്ധമായി പോയി എന്ന് പറഞ്ഞവൻ അവളെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചത് ഓർത്തെടുത്ത് പറയുകയും പ്രണയിക്കാൻ 1000 പേരെ കിട്ടുന്നിവിനെ, പക്ഷെ ഒരു യഥാർത്ഥ ഫ്രണ്ട്, പ്രത്യേക ലാഭത്തിനോ നേട്ടത്തിനോ വേണ്ടിയല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കേട്ടിരിക്കുന്ന ഒരാള്, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോ നമുക്കൊപ്പം ചിരിക്കുന്ന, നമ്മൾ കരയുമ്പോ സ്വാതന്ത്ര്യമായി ഞാനുണ്ട് കൂടെ എന്നൊരു വാക്ക് പറഞ്ഞ് ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഒരു ഫ്രണ്ട്, അത് 1000-ൽ ഒരാളെ ഉണ്ടാവൂ. എന്നെ സംബന്ധിച്ച് അതാണ് നിവിൻ എന്നൊക്കെ കാവേരി പറഞ്ഞതറിഞ്ഞ് ആസിഫും സാരമില്ലടാ, വേറെ ആരോടും പ്രണയമുണ്ടെന്നല്ലോ പറഞ്ഞത്, നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലെന്നല്ലേ കാവേരി പറഞ്ഞുള്ളൂ എന്ന് ആസിഫും ചോദിക്കുന്നുണ്ട്. അത് കേട്ട് നിവിനും സന്തോഷത്തോടെ അത് തന്നെയാടാ എന്റെയും ആശ്വാസം എന്ന് പറയാ. ആസിഫും ഒരു കണക്കിന് നന്നായിടാ, ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നല്ലോ കാവേരി. അച്ഛന്റെ മരണം, വീട് നഷ്ടപ്പെടൽ, ജയപാലൻ അങ്കിൾ തോട്ടം തട്ടിയെടുത്തത്, ആന്റിയുമായുള്ള വഴക്ക്, എല്ലാത്തിനും മീതെ ജയപാലൻ അങ്കിളിന്റെ ഭീഷണി. എടാ ഇതിന്റെയൊക്കെ ഇടയിൽ പ്രേമിക്കാൻ എന്നല്ല ഒരു ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നല്ലോ കാവേരി. ഇനി തിരുവനന്തപുരത്തൊരു പുതിയ തുടക്കം, അവിടെ തുടങ്ങാം നിങ്ങളുടെ 2-way ലവ് സ്റ്റോറി എന്ന് ആസിഫ് ആശംസിക്കെ നിവിനും സന്തോഷമാവുകയാണ്. വിനീതും കൂട്ടരും അപ്പോഴേക്കും താരയുടെ വീടിന് മുമ്പിൽ എത്തിയിരുന്നു. വിനീത് വണ്ടി നിർത്തുമ്പോഴേക്കും വീടിന് പുറത്തെ പേര് കണ്ട് ഗംഗേച്ചി ഇതാണെന്ന് തോന്നുന്നു കേട്ടോ എന്ന് പറഞ്ഞ മൊബൈലിലൂടെ താരച്ചേച്ചി ഈ പിങ്കും നീലയും പെയിന്റ് അടിച്ച അലങ്കൃത എന്ന് പറയുന്ന വീടല്ലേ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് താര പറയേ. എന്നാലേ ഞങ്ങൾ വീടിന് മുമ്പിലുണ്ടെന്ന് കാവേരിയും പറയുക. ദാ വരുന്നു എന്ന് താര പറയുമ്പോഴേക്കും കാവേരി കോൾ കട്ട് ചെയ്യുന്നു. താര ഓടി വന്ന് ഗേറ്റ് തുറന്ന് വരൂ, അകത്തേക്ക് വരൂ, കാർ അകത്തേക്ക് കയറ്റിക്കോ
എന്ന് വിളിച്ചു പറയുമ്പോഴേക്കും വിനീത് കാർ അകത്തേക്ക് കയറ്റുകയാണ്. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വിനീതേട്ടാ ലഗേജ് ഒക്കെ പുറത്തെടുത്ത് വെച്ചോ എന്ന് താര പറയുന്നുണ്ട്. അല്ല ചേച്ചി, ലഗേജ് പുറത്തെടുത്ത് വെച്ചാ പിന്നെയും അത് അകത്ത് കയറ്റി വെക്കണ്ടേ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കാവേരിയും പറയുന്നു. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം, എന്തായാലും ഒരു താമസ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് വിടുന്നുള്ളൂ എന്ന് പറയുന്നതുകൾക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാ. വാനിലക്കുട്ടി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറ എന്ന് പറഞ്ഞ് നിളയെ ചേർത്ത് പിടിച്ച് താര വീട്ടിലേക്ക് നടക്കുകയാ. പുറകെ ബാക്കിയുള്ളവരും അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നീട് താരയുടെ സ്വീകരണ മുറിയിലിരിക്കുകയാണ് കാവേരിയും കൂട്ടരും. ടെൻഷനോടെ ഇരിക്കുന്ന അമ്മയെ കണ്ട് എന്താ അമ്മയെന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. പുഷ്പവാടിന്ന് പോരുന്നിടം വരെ അവിടുന്ന് എങ്ങനെയെങ്കിലും പോന്നാ മതിയെന്നായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോ അതിലും കൂടുതൽ മനോവിഷമമാ. ഇനി എന്താ ഏതാന്നൊക്കെ ആലോചിച്ചിട്ടെന്ന് അമ്മ ടെൻഷനോടെ പറയുന്നു. അമ്മ വിഷമിക്കേണ്ട, എല്ലാം നല്ലതേ നടക്കൂ എന്ന് കാവേരിയും അമ്മയെ ആശ്വസിപ്പിക്കുകയാ. അപ്പോഴേക്കും അങ്ങോട്ട് വന്നിരിക്കുന്ന വിനീതിനോടായി വിനീതേട്ടാ താര പറയുന്നത് ഇവിടെ താമസിക്കാനാ എന്ന് ഗംഗ പറയുന്നതുകൾക്ക് ഇവിടെയോ എന്ന് വിനീതൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കിട്ടുന്നത് വരെ. താര ചേച്ചിയുടെ അമ്മയും അച്ഛനും ഹസ്ബൻഡും ഒക്കെ ഒരു കല്യാണം കൂടാനായിട്ട് ഒറ്റപ്പാലത്ത് പോയിരിക്കുക. അവരൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരും. അതുവരെ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാ. ബുട്ടിക്കിന്റെ കാര്യങ്ങൾ നോക്കാനുള്ളത് കൊണ്ടാ ചേച്ചി ഇവിടെ നിന്നത് എന്ന് കാവേരി പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവർക്കുള്ള ചായയുമായി താര എങ്ങോട്ടെത്തുകയാ. സന്തോഷത്തോടെ എല്ലാവർക്കും ചായ കൊടുത്ത് വിനീതേട്ടൻ എന്തു പറയുന്നു എന്ന് താര ചോദിക്കുന്നുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല, ഈ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനാ. മോളുടെ കാര്യം അപ്പൊ ഓർത്തത് എന്തോ ദൈവഭാഗ്യം എന്ന് ശാരദയും പറയുകയാണ്. നിങ്ങൾ ഇവിടുണ്ടെന്ന് അറിയുമ്പോൾ സിനേജേട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷമാവും. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു അവർ എന്ന് താരയും പറയുന്നുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവില്ലേ മോൾക്ക് എന്ന് ശാരദ ചോദിക്കെ എന്തിന്, അടുത്തുള്ള വീട്ടുകാരെല്ലാം പരിചയക്കാരാ, പിന്നെ പുഷ്പവാടിയേക്കാൾ സേഫാ ഇവിടെ. ചുറ്റും CCTVയും പോലീസ് പെട്രോളിങ്ങും എല്ലാം ഉണ്ട്. ഒരു പ്രശ്നമുണ്ടായി വിളിച്ച 5 മിനിറ്റിനുള്ളിൽ പോലീസ് എത്തും. സ്ത്രീകൾക്കുള്ള ഹെൽപ്പ് ലൈൻ വേറെ എന്നൊക്കെ താര പറയുന്നതുകൾക്ക് എനിക്കൊന്നും നടു നിവർക്കണം മോളെ. എവിടെ കിടക്കാനുള്ള സ്ഥലമെന്ന് രാധമ്മ ചോദിക്കുക. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അങ്ങോട്ട് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് താര കാണിക്കുമ്പോഴേക്കും രാധമ്മ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാ. താഴെ 2 ബെഡ്റൂം ഉണ്ട്, അതുപോലെ നിങ്ങൾക്കെന്ന് താര ചോദിക്കേ. ഓ അത് മതി, ധാരാളം എന്ന് ശാരദ. ഒന്ന് ഗസ്റ്റ് ബെഡ്റൂമാ, പിന്നെ അച്ഛനമ്മമാരുടെ ബെഡ്റൂമാ എന്ന് താര പറയേ. ഒരു രാത്രിയുടെ ആവശ്യമല്ലേ ഉള്ളൂ താര ചേച്ചി, അത് കഴിഞ്ഞ് ഞങ്ങൾ മാറിക്കൊള്ളാമെന്ന് കാവേരിയും പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പോവാനൊന്നും ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. നിങ്ങളിവിടെ 5-6 ദിവസം ഉണ്ടാവുമെന്ന പ്രതീക്ഷയില്ല ഞാൻ. കഥകൾ എത്രയാ പറയാനിരിക്കുന്നെന്ന് താര ചോദിക്കുന്നുണ്ട്. അതല്ല മോളെ, ഒരു വീട് കണ്ടെത്തി പാല് കാച്ചി താമസമാക്കിയാലേ ഒരു മനസ്സമാധാനം ഉണ്ടാവും. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ശാരദ പറയേ. അഡ്വാൻസ് കൊടുത്ത വീട് തന്നെ കിട്ടില്ലേ വിനീതേട്ട എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. അതിന്റെ കാര്യം ഇനി നോക്കണ്ട കാവേരി, അതെന്തോ തട്ടിപ്പാണെന്നാ എനിക്ക് തോന്നുന്നത്. വിനീതേട്ടനല്ലാതെ വേറെ ആരെങ്കിലും ബേബി ചേട്ടനെ വിശ്വസിക്കോ? ഇവിടെ അങ്ങനെ ഒരു വീടോ ഹൗസ് ഓണറോ ഒന്നും ഉണ്ടാവില്ല. അയാൾ ആകാശിനെ കള്ളു കുടിച്ചു കാണുമെന്ന് ഗംഗ പറയുന്നുണ്ട്. ബേബി ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് ടെൻഷനോടെ വിനീതൻ ചോദിക്കുക. അല്ലെങ്കിൽ ആ ഹൗസ് ഓണർ വിനീതേട്ടനെ വിളിക്കണ്ടേ? നമ്മുടെ കയ്യിൽ നിന്ന് 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയതല്ലേ, നമ്മളെ കാണാതെ വരുമ്പോ അന്വേഷിക്കേണ്ടതല്ലേ അയാള്. നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുമ്പോൾ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കണ്ടേ എന്ന് ഗംഗ പറയുന്നത് കേൾക്കെ താരയും ഇവിടെ അങ്ങനൊന്നും ഇല്ല ഗംഗെ. ഒരാള് പോയാ വേറൊരാള്, പിന്നെ ആദ്യത്തെ ആളെ എവിടെ പോയിന്ന് ഒരു അന്വേഷണവും ഉണ്ടാവില്ല എന്നവൾ പറയുന്നത് കേൾക്കെ. അല്ല അപ്പോ ആ 10,000 രൂപ പോയോ എന്ന് ശാരദ പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നുമില്ല. ബേബി ചേട്ടന് ബോധമുണ്ടാകുമ്പോ നിങ്ങൾ ആ നമ്പർ ഒന്ന് വാങ്ങിയിട്ടെ ആ പണം തിരിച്ചു വാങ്ങാൻ നോക്ക്. ഉടനെ വീട് വേണമെങ്കിൽ നിങ്ങൾ വേറെ അന്വേഷിക്കുന്നതാ നല്ലത് എന്ന് താര പറയുന്നുണ്ട്. അത് കേട്ട് വിനീതും അത് സാരമില്ല, 50 ലക്ഷം രൂപയുണ്ടല്ലോ. പിന്നെ താരയ്ക്ക് അറിയാമോ ഈ ഏരിയയിലുള്ള ബ്രോക്കർമാരെയൊക്കെ എന്നവൻ ചോദിക്കേ. ഇവിടെ അങ്ങനെ ബ്രോക്കർമാരൊന്നും ഇല്ല വിനീതേട്ടാ, പകരമുള്ളത് ഏജൻസികളാ. ആകാശത്തിന് കീഴിലുള്ള ഏത് കാര്യവും സാധിച്ചു തരാനായി ഇടനിലക്കാരായി അവരെ കിട്ടും. ഗ്യാസ് കണക്ഷൻ, റേഷൻ കാർഡ്, ടിക്കറ്റ് ബുക്കിംഗ്, അങ്ങനെ എന്തിനും വീട് വാടകയ്ക്കെടുക്കാനാണെങ്കിലേ 1 മാസത്തെ റെന്റ് കമ്മീഷനായി കൊടുക്കണമെന്ന് മാത്രം എന്നവൾ പറയുന്നതുകൾക്ക് അത് കുഴപ്പമില്ല, 50 ലക്ഷം എന്ന് വിനീത് ചിരിയോടെ പറയുമ്പോഴേക്കും ഗംഗ അവന്റെ കയ്യിൽ പിടിച്ച് ദേഷ്യത്തോടെ അവനെ നോക്കുകയാ. എപ്പോഴും ഇതിങ്ങനെ പറയണമെന്നില്ലെന്നവൾ പിറുവിറുക്കുന്നുണ്ട്. താര വീണ്ടും പറയുകയാ, വി ഹെൽപ്പ് എന്നൊരു ഏജൻസി ഇവിടെ അടുത്തു തന്നെയുണ്ട്. അച്ഛനെയും അമ്മയെയും അല്ലാതെ എന്തും അവര് സംഘടിപ്പിച്ചു തരും. അത് കേട്ട് ആലോചനയോടെ ഇരിക്കുന്ന ശാരദയെയും കൂട്ടരെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അച്ഛനും അമ്മയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്നും വേറെ വീട് കണ്ടെത്തി മാറാൻ നോക്കണമെന്നും പറഞ്ഞ് താര കാവേരിയെയും കൂട്ടരെയും ഇറക്കി വിടാൻ നോക്കുന്നതും അമ്പലത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ നരേന്റെ മുത്തശ്ശി അവിടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാവേരിയെ കാണുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.